സാധാരണ നമ്മൾ വേരിയബിളിൽ ഒരു വേരിയബിളിൽ നമുക്ക് ഒരു വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഉദാഹരണമായി നമ്മളിതുവരെ പഠിച്ച പോലെ തന്നെ നമ്മൾ നമ്പർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. സോ ഇതിൽ നമുക്ക് 10 എന്ന് പറയുന്നൊരു നമ്പർ കൊടുക്കുന്നു. നമുക്ക് ഇതുപോലെ ഒരു വേരിയബിളിൽ നമുക്ക് ഒരു നമ്പർ മാത്രമേ സാധാരണ സ്റ്റോർ ചെയ്യാൻ കഴിയുകയുള്ളൂ. സോ നമുക്ക് ഇതുപോലെ ഒരു നമ്പറിൽ 10 അല്ലെങ്കിൽ 20 അല്ലെങ്കിൽ 100 നമ്പറുകൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ സോ അങ്ങനെ ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഓപ്ഷനാണ് അറേ വേരിയബിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അറേ എന്ന് പറയുന്നത്. സോ അത് എങ്ങനെയാണ് നമുക്ക് ഡിക്ലെയർ ചെയ്യുന്നതും എങ്ങനെയാണ് ഉപയോഗിക്കുന്നതും എന്ന് നോക്കാം. സോ സാധാരണ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് ഇൻറ്റ് നമ്പർ 10, അതായത് നമുക്ക് ഒരു വാല്യൂ മാത്രമേ ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. നമ്മൾ അറേ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് അതിനുള്ളിൽ നമുക്ക് എത്ര നമ്പറാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ സ്റ്റോർ ചെയ്യേണ്ടത് 5 നമ്പേഴ്സാണ്. സോ ഞാനിവിടെ 5 എന്ന് കൊടുക്കുന്നു. സോ എനിക്കിനി വാല്യൂ അസൈൻ ചെയ്യണമെങ്കിൽ ഞാൻ = സൈൻ കൊടുത്ത ശേഷം ഞാനിവിടെ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം എനിക്ക് ആവശ്യമുള്ള നമ്പർ ഇവിടെ എനിക്ക് അസൈൻ ചെയ്യാം. 5, 10, 15, 20, 25. സോ നമ്മളിവിടെ അറേ ഡിക്ലെയർ ചെയ്തു. 5 നമ്പർ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ഒരു അറേ ഡിക്ലെയർ ചെയ്തു, അറേ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം നമ്മൾ അതിന് 5 നമ്പേഴ്സും അസൈൻ ചെയ്തു. സാധാരണ നമ്മൾ വേരിയബിൾ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് ആ വേരിയബിൾ ആക്സസ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ സാധാരണ വേരിയബിൾ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് %, പ്ലേസ് ഹോൾഡർ കൊടുത്ത ശേഷം നമുക്ക് ആ വേരിയബിൾ നെയിം കൊടുത്താൽ മാത്രം മതിയായിരുന്നു. എന്നാൽ നമുക്ക് അങ്ങനെ ആക്സസ് ചെയ്യാൻ കഴിയുമായിരുന്നു. സോ നമ്മൾ അറേ വേരിയബിൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ വാല്യൂസ് ആക്സസ് ചെയ്യാൻ കഴിയുകയില്ല. നമുക്ക് വ്യത്യസ്തങ്ങളായ 5 വാല്യൂസ് ആണുള്ളത്. സോ നമുക്കത് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഇതിൻ്റെ ഇൻഡെക്സ് നമ്പറും കൂടി കൊടുക്കേണ്ടതുണ്ട്. സോ നമുക്ക് ഇൻഡെക്സ് നമ്പർ എന്താണെന്ന് നോക്കാം. സോ ഞാനിവിടെ 5, 10, 15, 20, 25 എന്നീ 5 നമ്പറുകൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാനിപ്പോൾ സ്റ്റോർ ചെയ്ത 5, 10, 15, 20, 25. സോ ഇതിൻ്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് ഇത് 0യിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആദ്യത്തെ കോളത്തിൻ്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് 5ൻ്റെ ഇൻഡെക്സ് നമ്പർ 0 ആയിരിക്കും. 10ൻ്റേത് 1, അതുപോലെ 15ൻ്റേത് 2, 20ൻ്റേത് 3, 25ൻ്റേത് 4. സോ ഈ 0യിൽ നിന്നായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുക. സോ 5 നമ്പേഴ്സുള്ള ഒരു അറേയുടെ ടോട്ടൽ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 4 ആയിരിക്കും. കാരണം അത് 0യിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. സോ ഇൻഡെക്സ് നമ്പർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മുടെ അറേസിലെ ഓരോ വാല്യൂസിനെയും സൂചിപ്പിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നമ്പറാണ് ഇൻഡെക്സ് നമ്പർ. ഇത് 0യിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ചാണ് നമുക്ക് അറേസിൻ്റെ ഉള്ളിലുള്ള ഈ വാല്യൂസിനെ ആക്സസ് ചെയ്യാൻ കഴിയുക. സോ എനിക്കിവിടെ ഇപ്പോൾ 5 എന്ന നമ്പറാണ് ആക്സസ് ചെയ്യേണ്ടതെങ്കിൽ ഞാനിവിടെ നമ്പർ എന്ന് എഴുതി സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം അതിൻ്റെ 5ൻ്റെ ഇൻഡെക്സ് നമ്പർ എത്രയാണെന്ന് നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5ൻ്റേത് 0, 10ൻ്റേത് 1, ഇത് 2, 3, 4 ഇങ്ങനെ പോകുന്നു. സോ 5ൻ്റേത് 0 ആണ്. ഞാനിവിടെ 0 എൻ്റർ ചെയ്യുന്നു. 0 എൻ്റർ ചെയ്ത ശേഷം ഞാൻ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ ആൻസർ 5 എന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. കാരണം ഞാൻ ആക്സസ് ചെയ്ത ഇൻഡെക്സ് നമ്പർ 0 ആണ്. നമ്മുടെ നമ്പർ എന്ന അറേയിൽ 0 ആണ് ഞാൻ ആക്സസ് ചെയ്തത്. സോ ഞാനിത് ക്ലോസ് ചെയ്യുന്നു. ഞാനിവിടെ ജസ്റ്റ് ഒരു ലൈൻ ബ്രേക്ക് കൊടുക്കുന്നു. സോ എനിക്കിനി ആക്സസ് ചെയ്യേണ്ടത് നമ്പർ 15 ആണ്. സോ 15ൻ്റെ ഇൻഡെക്സ് നമ്പർ എത്രയാണെന്ന് നമുക്ക് നോക്കാം. 0, 1, 2. സോ ഞാനിവിടെ 2 എന്ന് എഴുതുന്നു. 2 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. സോ എൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇവിടെ 15 ആണ്. കാരണം നമ്മൾ ഈ 2 എന്ന ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ച് നമ്മൾ ഈ അറേസിലെ 15 എന്ന വാല്യൂവിനെ നമ്മൾ ആക്സസ് ചെയ്തു. സോ ഈ ഇത്തരത്തിൽ നമുക്ക് ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ച് അറേയിലെ വാല്യൂവിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ 10ഉം ഈ 25ഉം കൂട്ടണമെന്ന് നോക്കുക. സോ എനിക്ക് ജസ്റ്റ് ഞാനൊരു സം എന്ന് പറയുന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത ശേഷം നമ്പർ 10ൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 1 ആണ്. 1 പ്ലസ് 25ൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 0, 1, 2, 3, 4 ആണ്. നമ്പർ 4 എന്ന് എഴുതുന്നു. സോ നമ്മളിപ്പോൾ കൂട്ടാൻ പോകുന്നത് 10ഉം 25ഉമാണ്. 10ൻ്റെ ഇൻഡെക്സ് നമ്പർ 1 ആണ്. കാരണം നമ്മൾ ഇൻഡെക്സ് നമ്പർ 0യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ 25ൻ്റേത് 4ഉം ആണ്. സോ ഇനി നമുക്ക് ഇതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ വേരിയബിൾ റീപ്ലേസ് ചെയ്യുന്നു. സം എന്ന വേരിയബിൾ കൊടുക്കുന്നു. ഞാൻ ഇനി ഇവിടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 25ഉം 10ഉം 35ആണ് ആൻസർ കിട്ടേണ്ടത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ ആൻസർ എന്ന് പറയുന്നത് 35 ആണ്. കാരണം ഞാനിവിടെ സം എന്ന വേരിയബിൾ ഉപയോഗിച്ച് ഈ നമ്പർ
ഞാനിവിടെ നമ്പർ അറേയിലെ ഇൻഡെക്സ് നമ്പർ 1നെയും അതുപോലെ നമ്പർ അറേയിലെ ഇൻഡെക്സ് നമ്പർ 4നെയും ആക്സസ് ചെയ്തു, അത് ആഡ് ചെയ്തു. സോ ഇത്തരത്തിൽ നമുക്ക് അറേ വേരിയബിളിലെ വാല്യൂസിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നതാണ്. അടുത്തതായി നമ്മൾ ഈ അറേസ് ഉപയോഗിച്ച് ഒരു 10 നമ്പറുകൾ എൻ്റർ ചെയ്യുകയും അതിനുശേഷം ആ 10 സംഖ്യകളുടെ ടോട്ടൽ തുക എത്രയാണെന്ന് കണ്ടു നോക്കുന്നതിനുള്ള ഒരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ ആദ്യമായി ചെയ്യേണ്ടത്, ഞാനിവിടെ അസൈൻ ചെയ്ത വാല്യൂസ് ഞാൻ ആദ്യം ഡിലീറ്റ് ചെയ്യുന്നു. സോ ഞാൻ ഈ ഇൻറ്റ് നമ്പർ എന്നതിൻ്റെ സൈസ് ഞാൻ 10 ആക്കുന്നു, കാരണം നമുക്ക് 10 നമ്പേഴ്സാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ശേഷം ഞാൻ പ്രിൻ്റ് എഫ് ഉപയോഗിച്ച് എൻ്റർ 10 നമ്പേഴ്സ് എന്ന് എഴുതുന്നു. സോ നമുക്ക് ഈ 10 നമ്പേഴ്സും നമ്മുടെ ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ച് നമ്മുടെ സ്കാൻഎഫ് ഉപയോഗിച്ച് റീഡ് ചെയ്യേണ്ടി വരും. സോ ആ സമയത്ത് നമുക്ക് ഓരോ 10 പ്രാവശ്യം ഇതുപോലെ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെ ഫോർ ലൂപ്പ്, നമ്മൾ പഠിച്ച ഫോർ ലൂപ്പ് ഇവിടെ ഉപയോഗിക്കാം. സോ ഞാനിവിടെ ഇൻറ്റ് ഐ 0, ആദ്യം ഐയുടെ വാല്യൂ 0 എന്ന് ഇനീഷ്യലൈസ് ചെയ്യുന്നു. ശേഷം ഞാൻ ഐ ലെസ് ദാൻ 10, കാരണം നമ്മുടെ ടോട്ടൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 10 നമ്പേഴ്സ് ഉണ്ട്. സോ നമുക്ക് 9 ഇൻഡെക്സ് നമ്പർ ഉണ്ടായിരിക്കും, കാരണം 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് 9 ഇൻഡെക്സ് നമ്പർ ഉണ്ടായിരിക്കും. സോ ഇൻഡെക്സ് നമ്പർ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ കണ്ടീഷൻ ഇവിടെ കൊടുത്തത്. അടുത്തതായി i++, അതിൻ്റെ ഇൻക്രിമെൻ്റ് ആണ്. ശേഷം നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സ്കാൻഎഫ് ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യുന്നു, പ്ലേസ് ഹോൾഡർ കൊടുക്കുന്നു, ആംപേഴ്സൻഡ് ഉപയോഗിച്ച് നമ്പർ എന്ന അറേ വേരിയബിൾ കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ ഐ എന്ന ഈ വേരിയബിൾ കൊടുക്കുന്നു. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം i0 ആണ്. ഓക്കെ, സോ ആദ്യം ഇത് 0 എന്ന ഇൻഡെക്സിലെ നമ്പർ നമ്മൾ ആദ്യം എൻ്റർ ചെയ്യുന്ന നമ്പർ 0 എന്ന ഇൻഡെക്സിൽ സ്റ്റോർ ചെയ്യും. ശേഷം ഇത് ലെസ് ദാൻ 10 എന്ന് ചെക്ക് ചെയ്യും, ഇവിടെ ഫോർ ലൂപ്പ് പ്രവർത്തിക്കുന്നത് കാരണം. ശേഷം ഇതിൻ്റെ നമ്പർ 1 എന്നാവും. അതിനുശേഷം ഇത് നമ്മൾ രണ്ടാമത് എൻ്റർ ചെയ്യുന്ന നമ്പർ ഈ 1 എന്ന ഇൻഡെക്സിലോട്ട് സ്റ്റോർ ചെയ്യും. അതിങ്ങനെ ലെസ് ദാൻ 10 എന്ന് പറയുന്ന 9 വരെ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. സോ നമ്മുടെ 10 നമ്പേഴ്സും ഇതിൽ സ്റ്റോർ ആവും. സോ ഇനി അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഈ സ്റ്റോർ ആയ നമ്പറിൽ നിന്നും നമ്മുടെ ഈ 10 സംഖ്യകളുടെയും തുക നമുക്ക് ലഭിക്കണം. ഈ ടോട്ടൽ സം എത്രയാണെന്ന് നമുക്ക് ലഭിക്കണം. സോ അതിന് നമ്മൾ ആദ്യമായി ഇൻറ്റ് സം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, അതിൻ്റെ വാല്യൂ 0 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ശേഷം നമ്മൾ വീണ്ടും ഒരു ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്യുന്നു. അവിടെ നമ്മൾ ഈ ഇൻറ്റ് ഐ 0 കൊടുക്കുന്നു, ഐ ലെസ് ദാൻ 10 കൊടുക്കുന്നു, അതുപോലെ i++ കൊടുക്കുന്നു. ശേഷം നമ്മൾ ഇവിടെ കാൽക്കുലേഷൻ ചെയ്യുന്നു. നമ്മുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് സം പ്ലസ് ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ അർത്ഥം സം ഈസ് ഈക്വൽ ടു സം പ്ലസ് നമ്മുടെ നമ്പർ ഐ ആണ്. സോ സമ്മിൻ്റെ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ആദ്യം 0 ആയിരിക്കും, പിന്നെ അതിനോട് കൂടി 0 പ്ലസ് നമ്മുടെ ആദ്യത്തെ വാല്യൂ എത്രയാണ്, നമ്മൾ ആദ്യം എൻ്റർ ചെയ്യുന്ന വാല്യൂ കൂടും. പിന്നെ ഈ ലൂപ്പ് പ്രവർത്തിക്കുന്നതിനനുസരിച്ച് നമ്മുടെ 9 ഇൻഡെക്സിലെയും 9 നമ്പേഴ്സും ഈ എക്സിസ്റ്റിംഗ് സമ്മിൻ്റെ വാല്യൂവിനോട് കൂടി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. സോ നമ്മളൊരു 1 മുതൽ 10 വരെ നമ്പറാണ് എൻ്റർ ചെയ്തതെന്ന് വെച്ചാൽ 1 ആദ്യത്തെ ഈ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ ആദ്യത്തേൽ 1 + 2 + 3 അങ്ങനെ 10 തവണ 9 വരെ ഇത് വർക്ക് ചെയ്യുമ്പോൾ 9 ഇൻഡെക്സിലെയും, അതായത് 10 നമ്പറും ഇതുപോലെ ഈ സമ്മിൻ്റെ എക്സിസ്റ്റിംഗ് വാല്യൂവിനോട് കൂട്ടി ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇത് ആക്ച്വലി നമുക്കറിയാം, ഇതിൻ്റെ ആക്ച്വൽ ഫോർമുല എന്ന് പറയുന്നത് സം ഈസ് ഈക്വൽ ടു സം പ്ലസ് നമ്പർ ഐ എന്നാണ്. സോ അതിന് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്, സം പ്ലസ് ഈസ് ഈക്വൽ ടു നമ്പർ ഐ. സോ ഇതിൻ്റെ ആക്ച്വൽ മീനിങ് എന്ന് പറയുന്നത് സം ഈസ് ഈക്വൽ ടു സം പ്ലസ് നമ്പർ ഐ. ശേഷം നമ്മളിതിവിടെ അവസാനം പ്രിൻ്റ് ചെയ്യുന്നു, പ്രിൻ്റ് എഫ് ടോട്ടൽ സം ഈസ് ഈക്വൽ ടു %t, സം. സോ നമ്മുടെ പ്രോഗ്രാം റെഡി ആയി കഴിഞ്ഞ് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ 10 നമ്പേഴ്സ് എന്ന് ചോദിക്കുന്നു. സോ നമ്മൾ 10 നമ്പേഴ്സ് എൻ്റർ ചെയ്യേണ്ടതുണ്ട്. ഞാൻ 1 2 3 4 5 6 7 8 9 10. സോ ടോട്ടൽ സം 55. 1 മുതൽ 10 വരെയുള്ള സംഖ്യയുടെ ടോട്ടൽ സം എന്ന് പറയുന്നത് 55 ആണ്. സോ
സോ നമ്മുടെ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഒന്നും കൂടി വേറെ നമ്പേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 10, 20, 30, 40, 50, 60, 70, 80, 90, 100. നമുക്ക് ഏകദേശം 550 കിട്ടണം. ഓക്കെ, സോ നമ്മുടെ ടോട്ടൽ സം എന്ന് പറയുന്നത് 550. ഒരിക്കൽ നമ്മൾ അറേ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിലുള്ള വാല്യൂ, ഏതെങ്കിലും വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ ഈസിയായി ചേഞ്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എനിക്കിവിടെ ഈ 10 എന്ന് പറയുന്ന നമ്പർ ചേഞ്ച് ചെയ്ത് ഇവിടെ 100 എന്നാക്കണമെന്ന് വെക്കുക. വളരെ ഈസിയായി നമുക്കിവിടെ നമ്പർ എന്ന് എഴുതിയതിന് ശേഷം ആ നമ്പർ നമ്മുടെ ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ച് ആക്സസ് ചെയ്യുക. സോ അതിൻ്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 01 ആണ്. സോ ഞാനിവിടെ ബ്രാക്കറ്റിനുള്ളിൽ 1 എന്ന് എൻ്റർ ചെയ്യുന്നു. ശേഷം ഈസ് ഈക്വൽ ടു 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഈ 10 എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ 100 കൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ് നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. printf %t, നമ്പർ, നമ്മുടെ ഇൻഡെക്സ് നമ്പർ 1. സോ ഇനി റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും നമുക്ക് ഈ 10 എന്നതിന് പകരം 100 എന്ന വാല്യൂ ആയിരിക്കും വരുന്നത്. അത് പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു printf ഫംഗ്ഷൻ മുകളിലും കൊടുത്തു നോക്കാം. സോ നമ്മൾ ആദ്യം ഇത് പ്രിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആദ്യം 10 എന്ന വാല്യൂ കിട്ടുന്നു. പിന്നെ നമ്മൾ ആ 10ൻ്റെ വാല്യൂ 100 കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. ഇതുപോലെ നമ്മൾ അറേ വേരിയബിൾ ഉപയോഗിച്ച് 100 അസൈൻ ചെയ്ത് അത് റീപ്ലേസ് ചെയ്യുന്നു. പിന്നെ വരുന്ന ഈ റിസൾട്ട് എന്ന് പറയുന്നത് 100 ആയിരിക്കും. സോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ആദ്യം നമുക്ക് 10 എന്ന വാല്യൂ ആണ് കിട്ടിയത്. കാരണം നമ്മുടെ അറേയുടെ രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് 10 ആയിരുന്നു. സോ നമ്മൾ അത് പ്രിൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് 10 എന്ന വാല്യൂ കിട്ടി. പിന്നെ നമ്മൾ ആ 10 എന്ന വാല്യൂ നമ്മൾ അതിൻ്റെ ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ച് ആക്സസ് ചെയ്തു. അതിലോട്ട് 100 എന്ന വാല്യൂ അസൈൻ ചെയ്തു. പിന്നെ നമ്മൾ അതേ കോഡ് എൻ്റർ ചെയ്ത് പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 100 എന്ന നമ്പറാണ് കിട്ടിയത്. സോ ഇങ്ങനെ നമുക്ക് അറേസിനുള്ളിലുള്ള നമ്മൾ ഓൾറെഡി അസൈൻ ചെയ്ത വാല്യൂസിനെ നമുക്ക് ഈസിയായി ചേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ ഓരോ അറേസിൻ്റെ ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ച് നമുക്ക് വാല്യൂ അസൈൻ ചെയ്യാനും കഴിയുന്നതാണ്.